പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ള റൈറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുക. കാരണം ഈ ഒരു അവസാന നിമിഷത്തിൽ ഇത് മാത്രമേ നമ്മളെ റിമൂവ് രക്ഷിക്കാനുള്ളൂ. സോ നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ബിസിനസ് സ്റ്റഡീസിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ദാ ഉറപ്പിച്ചോ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന ബിസിനസ് സ്റ്റഡീസ് എക്സാമിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ ഫ്രം 2 ചാപ്റ്റേഴ്സ് ആണ് മിസ് ഇതാ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇന്റേണൽ ട്രേഡ് ആണ് അല്ലേ. അപ്പോൾ ഇന്റേണൽ ട്രേഡിൽ നിന്ന് 10 മാർക്ക് വരെ നമുക്ക് ഇതാ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എസ്സേ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ വലിയൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലോ ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്. എക്സ്പ്ലെയിൻ എനി 3 സർവീസസ് ഈച്ച് റെൻഡേർഡ് ബൈ ഹോൾസെയിലേഴ്സ് to manufacturers as well as to the retailers. Okay, അപ്പോൾ ഹോൾസെയിലേഴ്സ് എന്തൊക്കെ സർവീസസ് ആണ് മാനുഫാക്ചേഴ്സിനും അതേപോലെ റീറ്റെയിലേഴ്സിനും ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം എസ്സേ പോലെ എഴുതാതെ ഇതേപോലെ പോയിന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാളുടെ ഇത് സർവീസസ് ടു മാനുഫാക്ചേഴ്സ് എന്തൊക്കെ സർവീസസ് ആണ് ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നതെന്നും പിന്നീട് നിങ്ങൾ രണ്ടാമതായിട്ട് റീറ്റെയിലേഴ്സിന് എന്തൊക്കെ സർവീസസ് ആണ് ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തോട് എഴുതിയാൽ ഇവിടെ മാർക്ക് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? യെസ്, ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫെസിലിറ്റേറ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലേ. എന്താണ് ചെയ്യുന്നത്? സ്മോൾ ഓർഡേഴ്സ് റീറ്റെയിലേഴ്സിന് അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അവർക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഓർഡേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വലിയൊരു ക്വാണ്ടിറ്റി ഓർഡേഴ്സ് തന്നെ ആർക്ക് കൊടുക്കുന്നുണ്ട്? മാനുഫാക്ചേഴ്സിന് ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? റീറ്റെയിലേഴ്സിന്റെ അടുത്ത് നിന്ന് ചെറിയ ഓർഡേഴ്സ് പിടിച്ചിട്ട് അത് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിയറിംഗ് ഓഫ് റിസ്ക് ആണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഹോൾസെയിലർ ടേക്ക് ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ആൻഡ് കീപ് ദ ഗുഡ്സ് ഇൻ ദെയർ വെയർ ഹൗസസ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലേഴ്സ് എല്ലാ ഗുഡ്സും ആ മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് വാങ്ങിയിട്ട് അവരുടെ വെയർ ഹൗസസിൽ എല്ലാ റിസ്ക്കും അതിജീവിച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നത്? അവരുടെ വെയർ ഹൗസസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്രൈസസിന്റെ ഫോള്, അതേപോലെ തന്നെ എന്തെങ്കിലും തീപിടുത്തം, പിന്നെ ആരെങ്കിലും കട്ടുകൊണ്ടുപോയാലൊക്കെ അങ്ങനെയുള്ള എല്ലാ റിസ്ക്കും ആരാണ് ബിയർ ചെയ്യുന്നത്? നമ്മുടെ ഹോൾസെയിലേഴ്സ് ആണ്. ആർക്ക് വേണ്ടിയിട്ട്? മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ഇതാ, ഇതുകൂടെ പഠിച്ചു വെക്കുക. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ മാനുഫാക്ചേഴ്സിന് എന്തുകൂടെ കൊടുക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൂടെ ഹോൾസെയിലേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് മാനുഫാക്ചേഴ്സിന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പൈസയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഹോൾസെയിലേഴ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സർവീസസ് ആണ് മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ട് ഹോൾസെയിലേഴ്സ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം, സർവീസസ് ടു റീറ്റെയിലേഴ്സ്. ഓക്കെ, ഹോൾസെയിലേഴ്സ് എന്തൊക്കെ സർവീസസ് ആണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് അല്ലെ. ആവശ്യം പറയുന്നത് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ റീറ്റെയിലേഴ്സ് എന്താണ് ചെയ്യുക? ചെറിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓർഡേഴ്സ് ഒക്കെ ആരാണ് കൊടുക്കുന്നത്? നമ്മുടെ ഹോൾസെയിലേഴ്സ് ആണ്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകാനുള്ള എല്ലാ അഡ്വർടൈസിങ്ങും ബാക്കിയുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഹോൾസെയിലറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിലറിന് ഈ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് വിൽക്കാൻ അവിടെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തത് ഗ്രാന്റ് ഓഫ് ക്രെഡിറ്റ് ആണ് അല്ലേ. അതായത് നമ്മൾ പറയും, ഈ ഹോൾസെയിലർ വന്നിട്ട് റീറ്റെയിലറോട് പറയും, പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പേ ലേറ്റർ, നീ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ആര് കീപ്പ് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലർ റീറ്റെയിലറിന് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലർ ഇത് വലിയൊരു ഹെൽപ്പായിട്ട് തന്നെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഈ 3 കാര്യങ്ങളും എഴുതിയാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു മാർക്ക് അവിടെ വീഴും. 5 മാർക്കിനാണെങ്കിൽ 5 മാർക്ക് അവിടെ വീഴും, 8 മാർക്കിനാണെങ്കിൽ 8 മാർക്ക് അവിടെ ഉറപ്പായിട്ടും വീഴുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എന്താ, റീറ്റെയിലേഴ്സിന്റെ സർവീസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ഹോൾസെയിലേഴ്സിന്റെ സർവീസസ് ആണ് നമ്മൾ പഠിച്ചത്. അതേപോലെ റീറ്റെയിലേഴ്സിന്റെ സർവീസസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നോക്കുന്നത് ദ ഫോർമേഷൻ ഓഫ് കമ്പനിയാണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് കമ്പനിയും പറയുന്ന ചാപ്റ്ററും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചാപ്റ്ററാണ്. 7 മാർക്കിന് വരെ ചോദ്യം വന്ന ഒരു ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഇത്, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും. ഇത് ചോദിക്കാതെ ഈ ചാപ്റ്ററിൽ നിന്ന് മറ്റൊരു ചോദ്യം ചോദിക്കില്ല. ഇത് തന്നെയായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ എന്താണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, അതിന്റെ ക്ലോസസ് എഴുതാനോ, അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഒറ്റ ആൻസർ പഠിച്ചാൽ മതി. ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ ഈ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും പവേഴ്സും, അങ്ങനെ കമ്പനിയുടെ മെയിൻ ഹൃദയം എന്നൊക്കെ പറയുന്നത് എന്താണ്? മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആണ്. പക്ഷെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മാനേജ്മെന്റുമായിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ
ഓഫ് അസോസിയേഷനിൽ ഡീൽ ചെയ്യുന്നത്. ടു ലേ ഡൗൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ മാനേജ്മെന്റ് അല്ലേ, ആ ഒരു കമ്പനീന്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. ഇനി ഇതിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹൃദയമാണെന്നൊക്കെ നമുക്ക് പറയാം ഏത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് കഴിഞ്ഞിട്ടുള്ളൂ, മെമ്മോറാണ്ടം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് കഴിഞ്ഞിട്ട് മാത്രമേ ആര് നിൽക്കുന്നുള്ളൂ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മുമ്പോട്ട് വരുന്നുള്ളൂ. ഇനി ഡ്രാഫ്റ്റിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനീസും കമ്പൽസറി ഫോർ ഓൾ ടൈപ്സ് ഓഫ് കമ്പനീസും ഓക്കെ, അതായത് എല്ലാ കമ്പനീസിനും എന്ത് നിർബന്ധമാണ്, നമ്മുടെ MOA മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നിർബന്ധമാണ്. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നോക്കുകയാണെങ്കിൽ പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് എന്താ ആവശ്യമില്ല, ഈ ഒരു ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആവശ്യമില്ല. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കാണിക്കുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡ് വേൾഡ്, കമ്പനിയും പുറത്തുള്ള ക്ലയൻസ് ഔട്ട്സൈഡ് വേൾഡിലുള്ള ക്ലയൻസ് കാര്യങ്ങളൊക്കെ ഇല്ലേ അവരുമായിട്ടുള്ള റിലേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എന്താണ് കാണിക്കുന്നത്, ഇന്റേണൽ റിലേഷൻഷിപ്പ് ആണ്, അതായത് കമ്പനിയും അകത്തുള്ള തൊഴിലാളികളാവട്ടെ അവിടെയുള്ള മെമ്പേഴ്സ് ആവട്ടെ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ കാണിക്കുന്നത്. സുപ്രീമസി നോക്കുകയാണെങ്കിൽ എന്ത് പറയാം നമുക്ക്, യെസ് നമ്മുടെ കമ്പനീസ് ആക്ട് കഴിഞ്ഞ അടുത്തത് ഏറ്റവും പ്രധാനം കമ്പനീസ് ആക്ട് ആണല്ലോ, അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഈ കമ്പനീസ് ആക്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും കഴിഞ്ഞിട്ട് ആര് വരുന്നുള്ളൂ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വരുന്നുള്ളൂ. ഇത് സബോർഡിനേറ്റ് ടു മെമ്മോറാണ്ടം ആൻഡ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആര് വരുന്നുള്ളൂ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ആൾട്രേഷൻ നോക്കുകയാണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ചേഞ്ചസ് വരുത്താന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എന്ത് ചെയ്യുക, ആൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഈസിയർ ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ആണല്ലോ. ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ക്ലോസസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലോസസ് എഴുതിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു 2-3 ലൈനിൽ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയാൽ ഈ ക്വസ്റ്റ്യന്റെ എല്ലാ നിങ്ങൾക്ക് അവിടെ വീഴുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പിച്ചോ ഈ 2 ചോദ്യങ്ങളും ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നാളത്തെ എക്സാമിന് അത് നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് വർക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ബിലോ. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.